ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്കിവിടെ താങ്ക്സ് ഗിവിംഗ് ആയിരുന്നു. എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിംഗ്. ഇന്ന് നമ്മൾ ഒരു സ്പൈഡർ പ്ലാന്റിന്റെ കെയർ, ഞാൻ പഠിച്ച പാഠങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മളുടെ സ്പൈഡർ പ്ലാന്റ്. ക്ലോറോഫൈറ്റം കൊമോസം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. ധാരാളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പം പർപ്പിൾ കളർ സ്പൈഡർ പ്ലാന്റ് എന്ന് കണ്ടു. ഭയങ്കര മനോഹരമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക ആ ഒരു ചെടി. എൻ്റെ കയ്യിൽ 3 വെറൈറ്റീസ് ആണ് ഉള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് സ്പൈഡർ പ്ലാന്റ് വീട്ടിൽ വളർത്താൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. വൺസ് നമ്മൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു ടേക്ക് കെയർ ആണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു, ഫെർട്ടിലൈസർ ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ. അത് കാരണം ഈസിയാണ് ടേക്ക് കെയർ ചെയ്യാനായിട്ട്. വെറൈറ്റീസ് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് ഗ്രീൻ സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ബേബീസ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ എൻ്റെ ഒരു നഴ്സറി ടൂർ കാണുവാണെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, അതിനകത്ത് വാങ്ങിച്ച ചെടിയാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ പുതിയ ഷൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ? ഇത് ഞാൻ ഇൻഡോറിലാണ് വെച്ചേക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഇത് വളരുന്നുണ്ട്. ഞാൻ ഇപ്പം ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഞാനിത് ഫെർട്ടിലൈസ് ചെയ്തില്ല. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ചെയ്തു എന്ന് ഓർക്കണില്ല. ഞാൻ ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇത്. പിന്നെ ഉള്ളത് ഇത് ആക്ച്വലി എൻ്റെ പുതിയ ഒരു കളക്ഷനാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഈ സാധാരണ സ്പൈഡർ പ്ലാന്റ് പോലെ തന്നെയാണ്. നടുക്ക് ഗ്രീനും സൈഡിൽ വൈറ്റും ആയിട്ട് വളരെ കോമൺ ആയിട്ടുള്ളതായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഇത്. ഇതാണ് വേറൊരു വെറൈറ്റി. ഇതിൻ്റെ തന്നെ റിവേർട്ടഡ് വെറിഗേഷനിൽ കിട്ടും. നടുക്ക് വെള്ളയും സൈഡിൽ ഗ്രീനും ആയിട്ട്. അതാണ് ഈ ചെടി. ഇത് കണ്ടോ? നടുക്ക് വെള്ളയും സൈഡിൽ ഗ്രീനുമായിട്ട്. പക്ഷേ ഇതൊരു പ്രത്യേകതയാണ്. ഇതിൻ്റെ ലീവ്സ് കണ്ടോ? ഇത് ഇങ്ങനെ പോവുക, വളഞ്ഞു പോകുന്നത്. അതേസമയം ഇതിനൊരു കേർലിനെസ് ഉണ്ട്. അപ്പം ഇതിന് പറയുന്നത് ബോണി സ്പൈഡർ പ്ലാന്റ് എന്നാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇതിൻ്റെ റിവേർട്ടഡ് വെറിഗേഷൻ നോർമലായിട്ടുള്ളതില്ല. എനിക്കുള്ളത് ബോണി സ്പൈഡർ പ്ലാന്റ്. ഈ ബോണി സ്പൈഡർ പ്ലാന്റിൽ ഗ്രീൻ നടുക്കുള്ള വെറിഗേഷനും ഉള്ളതുണ്ട്. അതെൻ്റെ കയ്യിലില്ല. ഓക്കെ, അപ്പം ഈ 3 വെറൈറ്റീസ് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് നമ്മളുടെ സാധാരണ ഗ്രീനും വൈറ്റും കൂടെ ഉള്ളത്. ഇത് നമ്മളുടെ ബോണി സ്പൈഡർ പ്ലാന്റ്. പിന്നെ നമ്മളുടെ ഗ്രീൻ സ്പൈഡർ പ്ലാന്റ്. എല്ലാത്തിൻ്റെയും കെയർ ഏകദേശം സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എല്ലാം കൂടെ ഒന്നിച്ച് ഉൾപ്പെടുത്താമെന്ന്. ലൈറ്റിങ് നമുക്ക് നോക്കാം. ചെടി വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിച്ചപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതിൻ്റെ കണ്ടോ? മിക്ക ടിപ്പും ബ്രൗൺ ടിപ്പ്. ഈ സ്പൈഡർ പ്ലാന്റ്സിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഈ ബ്രൗൺ ടിപ്സ്. അതേസമയം ഇത് കണ്ടോ? ഇത് ഞാൻ ഇവിടെ വളർത്തുന്ന ചെടിയാണ്. എനിക്ക് അത്രയും ഇതില്ല. ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ അതിൻ്റെ ഡിഫറൻസ് അറിയാം. ഞാൻ വീട്ടിൽ വളർത്തിയതിന് ബ്രൗൺ ടിപ്സ് അങ്ങനെയില്ല. അപ്പോൾ ഈ ബ്രൗൺ ടിപ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓക്കെയാ. ഒത്തിരി അങ്ങ് കൂടുതലായിട്ടില്ലേ എങ്കിലും ബ്രൗൺ ടിപ്സ് ഉള്ള ഒരു സ്പൈഡർ പ്ലാന്റ് നിങ്ങൾ കടയിൽ കണ്ടാൽ വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ചിലപ്പം ഓവർ വാട്ടറിങ്ങോ അണ്ടർ വാട്ടറിങ്ങോ ആയിരിക്കും. നിങ്ങൾ ചെടി നോക്കുക, അത് ഓവർ വാട്ടറായിട്ട് വെള്ളത്തിൽ തന്നെയായിരിക്കുന്നെങ്കിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ചെടി അത് മാറ്റി ഒരു വെൽ ഡ്രെയിനിങ് സോയിലിലോട്ട് വെക്കുക. അതാണ് നോക്കുക. അത് കഴിഞ്ഞിട്ട് മാറുന്നില്ല എങ്കിൽ ലൈറ്റിങ്, പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെടി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു. പിന്നെ ലൈറ്റിങ് വീട്ടിൽ നമ്മൾ വെക്കുമ്പോൾ ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാം. എനിക്ക് ഒരെണ്ണം ഔട്ട്ഡോറിലുണ്ട്. ഞാൻ പുറത്താണ് മോർണിംഗ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഞാൻ വെച്ചേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല അതിന് കേട്ടോ. ഇതും ഞാൻ പുറത്താണ് വെച്ചേക്കുന്നത്. എനിക്ക് ഇൻസൈഡിൽ ഈ ഒരു ഗ്രീൻ സ്പൈഡർ പ്ലാന്റും ഇതിൻ്റെ ഒരെണ്ണം ഞാൻ മേളിൽ പൊക്കത്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു ശകലം എന്താ പറയുക, ഇതുപോലെ ബുഷിയായിട്ട് വളർന്നിട്ടുള്ള സൺലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു കറക്റ്റ് ലൈറ്റിങ്ങിൻ്റെ സ്പോട്ട് എനിക്ക് ഇതുവരെ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അത് നോക്കണം. ഇപ്പോൾ വിൻ്ററായി,
ഇനി വിൻ്റർ കഴിഞ്ഞ് സമ്മറിലോട്ട് പോകുമ്പോൾ വേണം എനിക്കത് ഏതാണ് അതിൻ്റെ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ഫൈൻഡ് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ലൈറ്റിങ് മോർണിംഗ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം ഔട്ട്ഡോറിൽ നല്ലതാണ്. ഇൻസൈഡിലാണെങ്കിലും നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കുഴപ്പമില്ല. ഈ ചെടി വെച്ചേക്കുന്ന സ്ഥലം ഇതിന് ഓക്കെയാണ്, ഇത് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ ഇത് വെച്ചത് എനിക്ക് ശരിയായിട്ടില്ല, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, വാട്ടറിങ് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡ്രെയിനിങ് സോയിലായിരിക്കണം. എല്ലാ ദിവസങ്ങളിലും ഇൻഡോറിലുള്ളതിന് ഞാൻ എല്ലാ ദിവസങ്ങളിലൊന്നും ഒഴിക്കാറില്ല. ആഴ്ചയിൽ ഞാൻ നോക്കും വെള്ളം നല്ലതായിട്ട് വാർന്നു പോയിട്ടുണ്ടോ, നല്ല ഡ്രൈ ആണോ, എങ്കിൽ മാത്രമേ ഞാൻ ഒഴിക്കാറുള്ളൂ. പുറത്ത് ഞാൻ ഈ വെച്ചേക്കുന്നതിനും സെയിം ആണ് കേട്ടോ. ഞാൻ 1-2 ദിവസങ്ങളിൽ ഇടവിട്ടൊക്കെ ഇതിന് വെള്ളം ഒഴിക്കാറുള്ളൂ. നമ്മൾ വെള്ളം ഇതിന് കുറവുണ്ടെന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, ഇതിനൊരു ചെറിയ മങ്ങല് പോലെയുണ്ട്. ഈ ചെടി തന്നെ നമ്മളോട് പറയും നീഡ്സ് വാട്ടർ. ഇത് കണ്ടോ, ഇത് ശരിക്കും നല്ല പച്ച കളറിൽ ഇരിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട്, ഇതിന് കുഴപ്പമില്ല. ഈ ഡിഫറൻസ് കണ്ടു, ഇതിപ്പോൾ താഴെ ആയതുകൊണ്ട് ഇതിന് കുറെ കൂടെ വെള്ളം ഉണ്ട്, അതേസമയം മേളിൽ കുറച്ചുകൂടെ സൺലൈറ്റ് കിട്ടുന്നതിന് ഇതില്ല. ഈ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഈ ചെടി രണ്ടിനും വെള്ളം വേണം. ഇത് ഔട്ട്ഡോറിൽ ഞാൻ വളർത്തുന്നതാണ്, എനിക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ്. ചെടി തന്നെ നമ്മളോട് പറയും ഇതിന് വെള്ളം വേണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പച്ചയ്ക്കാണെങ്കിലും ഉണ്ടൊരു ഈ നല്ല പച്ചപ്പങ്ങ് മാറി ഒരു ഫെയ്ഡഡ് പച്ചയാവും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന് വെള്ളം വേണ്ടതായി, കൊടുക്കാൻ സമയമായി. അങ്ങനെയും കൊടുക്കും. ഞാൻ 2 രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്നിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ പോയി നോക്കും, അല്ല എങ്കിൽ ഇൻഡോറിലെ കാര്യം കേട്ടോ, അല്ലെങ്കിൽ ചെടിയുടെ മറന്നുപോയി പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇത് ഇച്ചിരി വാടിയായിരിക്കുന്നെങ്കിൽ ഞാൻ പോയി വെള്ളം ഒഴിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഫെർട്ടിലൈസേഷൻ ഇപ്പോൾ വിൻ്റർ സീസണിൽ ഞാൻ നിർത്തി വെച്ചേക്കുവാണ്. ഇപ്പോൾ ഫെർട്ടിലൈസ് ഒന്നും ചെയ്യുന്നില്ല. അതേസമയം ഗ്രോയിങ് സീസണിൽ ഞാനൊരു വെൽ ബാലൻസ്ഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കാറുണ്ട്. നമ്മളുടെ ബ്രൗൺ ടിപ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ബ്രൗൺ ടിപ്സ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളതുണ്ടല്ലോ, നമ്മൾ മണ്ണ് വയ്ക്കുമ്പം, നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം പെർലൈറ്റ് കുറച്ച് ഇടുക. പെർലൈറ്റ് ഞാൻ ആദ്യം ഇട്ടപ്പോൾ എൻ്റെ ഈ ചെടിയിൽ, ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടിയിൽ ഭയങ്കരമായിട്ട് ബ്രൗൺ ടിപ്സ് ആയിരുന്നു. പിന്നെ ഞാൻ ആ മുഴുവൻ മണ്ണും മാറ്റി സാധാരണ നമ്മളുടെ പോട്ടിംഗ് മിക്സും ഒരു ഇച്ചിരി സാൻഡും കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത് ശരിയായി കേട്ടോ. അങ്ങനെയാണ് ബ്രൗൺ ടിപ്സ് എൻ്റെ ചെടിയുടെ മാറ്റിയത്. അപ്പോൾ ബ്രൗൺ ടിപ്സ് വരുമ്പോൾ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ അണ്ടർ വാട്ടറിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ വാട്ടറിങ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ചട്ടിയിൽ കടയിൽ നിന്ന് വാങ്ങിച്ച മണ്ണിനകത്ത് പെർലൈറ്റ് കൂടുതലുണ്ടായിരിക്കും. അല്ല വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ് കൂടുതലായിരിക്കും. അപ്പം ഫ്ലൂറൈഡ് ഇല്ലാത്ത വെള്ളം, ബോട്ടിൽ വാട്ടറോ അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടറോ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ ഒഴിക്കാം, അപ്പോഴത്തേക്കിനും അത് മാറിക്കിട്ടും. അപ്പം ഞാൻ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ചെടികൾക്ക് അധികം ബ്രൗൺ ടിപ്സ് ഇല്ല. അപ്പം അത് തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഓക്കെയാണ്, എൻ്റെ വെള്ളത്തിന് അധികം ഫ്ലൂറൈഡ് ഒന്നും ഇല്ല. അഥവാ 1-2 ഇച്ചിരി ടിപ്സ് ഉണ്ടെങ്കിൽ തന്നെ അണ്ടർ വാട്ടറിങ്ങിൽ പറ്റിയതെക്കുന്നതാണേ. ഓക്കെ, നമ്മൾ എന്താ പറയുക, ലൈറ്റ് പറഞ്ഞു, വാട്ടർ പറഞ്ഞു, നമ്മൾ ബ്രൗൺ ടിപ്സിന് എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനിയുള്ളത് നമ്മളുടെ പ്രൊപ്പഗേഷൻ. ആക്ച്വലി ഞാനുണ്ടല്ലോ ഇതുപോലത്തെ ഒരു ചെടിയാണ് വാങ്ങിച്ചത് ആദ്യം. ഞാൻ ചെയ്തത് ഡിവൈഡ് ചെയ്യുകയായിരുന്നു. ഇങ്ങനത്തെ ഒരു ചെടീന്ന് ഞാനൊരു 3-4-5 ഉണ്ടാക്കി. എനിക്കിപ്പോൾ ഒരു പുറത്തിരിക്കുന്ന ചെടി ഞാൻ കാണിച്ചു തരാം. അതൊക്കെ വലിയ വലിയ ചെടികളായേ. ഒരു ചെടീന്ന് ഞാൻ ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ചു. എല്ലാത്തിലും ഇതുപോലെ ബേബീസ് ഉണ്ട്. അപ്പം ഡിവിഷനാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടറിലും നമ്മൾക്ക് ചെയ്യാം. ഈ ബേബീസ് ഇല്ലേ, ഈ ബേബീസിന് നല്ല റൂട്ട് ഉണ്ട്, കാണാമോ? ഈ റൂട്ട് കാണാമോ? ഈ റൂട്ട് നമ്മൾ മണ്ണിൽ വയ്ക്കാം. ചിലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറിച്ച് കളയാതെ തന്നെ ഇവിടെ ഒരു ചട്ടിയിൽ ചെറിയ മണ്ണുമായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി ഇവിടുന്ന് നന്നായിട്ട് ഡെവലപ്പ് ആവും. ഡെവലപ്പ് ആയി കഴിയുമ്പോൾ ഈ മദർ പ്ലാന്റിന് കട്ട് ചെയ്ത് കൊടുക്കാം. അതൊരു മെത്തേഡാണ്. അല്ല എങ്കിൽ ഇത് മുറിച്ചിട്ട് ഇത് വാട്ടറിലും വയ്ക്കാം. അപ്പം വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചട്ടിയിലോട്ട് മാറ്റി കൊടുത്താൽ മതി, അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ അത് എന്താ പറയുക, ഡിവൈഡ് ചെയ്തിട്ട് വെച്ചത് കാരണം എനിക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ബാക്കിയുള്ള ചട്ടികളിലുണ്ടായി. ഒരു 4-5 എണ്ണം എനിക്കുണ്ടായി ഇങ്ങനെ. ഇത് ഈയിടെയല്ലേ വാങ്ങിച്ചത്. ഇനിയിപ്പം വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ.
അപ്പോൾ അന്നേരം പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഫെയർലി ന്യൂ ആണ്, ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ചെടിയാണിത്. അപ്പം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ വിന്റർ സീസണിൽ നിന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇതിന് രണ്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെ വ്യത്യാസം കണ്ടോ. ഇത് സാധാരണ സ്പൈഡർ പ്ലാന്റ് ആണ് എങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്റ്റെമ്മ്. അതേസമയം ഈ വെറിഗേഷനിൽ ഇങ്ങനെ വളഞ്ഞിട്ട കളറ് തന്നെ വ്യത്യാസമുണ്ട് സ്റ്റെമ്മിൽ. ഓക്കെ, ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടാകും. ഈ ഫ്ലവേഴ്സ് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പോട്ട്സ് ഉണ്ട്. എൻ്റെ ഇതിനകത്ത് ഇപ്പോൾ ഫ്ലവറിങ് സീസൺ അല്ല ഇവിടെ, അത് കാരണം ഇത് എനിക്കില്ല കേട്ടോ, ഇതിനകത്ത് ഫ്ലവേഴ്സ് ഇല്ല. പക്ഷെ അത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ആരുടെയും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫ്ലവേഴ്സിനകത്ത് സീഡ് ഉണ്ട്. ആ സീഡ് ഇട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം പുതിയൊരു പ്ലാന്റ് ആ സീഡിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു ചെറിയ ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് മേടിച്ച സമയത്ത് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത്രയും നോക്കിയില്ല. പിന്നെ മനസ്സിലായി നമുക്കത് തിന്ന് സീഡ് എടുക്കാമായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയുമാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ. ശരിക്കും എനിക്ക് പറ്റിയ മെയിൻ അബദ്ധം, ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യം മേടിച്ചുകൊണ്ട് വന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ പെർലൈറ്റ് ഇട്ടു. പെർലൈറ്റ് ഇട്ടിട്ട് ചെടി ഭയങ്കരമായിട്ട് ബ്രൗൺ ആയി. അപ്പോൾ ബ്രൗൺ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെടിയൊന്ന് നശിച്ചു പോകുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ. അപ്പോഴാണ് ഞാൻ എന്ത് പറ്റിയെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് പെർലൈറ്റ് ആണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ഞാൻ മണ്ണ് മാറ്റി വീണ്ടും എന്നാ പറഞ്ഞ മണ്ണലും നമ്മുടെ പോട്ടിംഗ് മിക്സും ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചെടി ശരിയായി. ഇപ്പം എല്ലാം ഓക്കെ ആണ്. ഇത്രയുമാണ് എനിക്ക് സ്പൈഡർ പ്ലാന്റിനെ കുറിച്ചിട്ട് അറിയാവുന്ന ടിപ്സ്, കെയർ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒക്കെ പോയിന്റ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അപ്പം ശരി, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.